ഹലോ. അപ്പോൾ കുറേ കണ്ടിട്ടില്ലേ? അപ്പോൾ നമുക്കിന്നൊരു ഐസ്ക്രീം റെസിപ്പി നോക്കിയാലോ. എൻ്റെ വീട്ടിൽ നിന്ന് ചിക്കു അധികം കൊണ്ടുവന്നാലും അത് ഫ്രിഡ്ജിൽ വെക്കും പഴുത്തത്, പിന്നീട് നോക്കുമ്പോൾ കവർ ശൂന്യമായിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഇന്ന് എല്ലാവരും കൊണ്ടുപോകണം പറഞ്ഞാൽ പെട്ടെന്നൊരു ഐസ്ക്രീം തയ്യാറാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ചിക്കു നന്നായിട്ട് കഴുകി, തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ചെറിയ ചെറിയ കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടോ. പക്ഷേ നല്ല മധുരമുള്ളതുകൊണ്ട് ഞാൻ തന്നെ അതിൽ നിന്നൊരു പീസ് കൊണ്ടുവന്നു. കണ്ടില്ലേ, ഐസ്ക്രീം ഉണ്ടാക്കാൻ വെച്ചിരുന്ന ഒരാൾ കൊണ്ടുപോയതാണത്. അത്യാവശ്യം നല്ല മധുരമുള്ള ചിക്കു ആയതുകൊണ്ട് മക്കളെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ നല്ല പാടാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഒരാൾ അവൾക്ക് വേണ്ടത് അവളും എടുത്തിട്ട് അവൾ പോയി. അപ്പോൾ ഞാനതെല്ലാം പീസാക്കി കുറച്ച് പഞ്ചസാര ഇട്ടു. കാരണം നമ്മൾ എന്ത് ഭക്ഷണം തണുത്താലും തണുപ്പ് കണ്ടോ, അവളുടെ അപ്പോഴത്തെ അവളുടെ കൈ വന്നു. ഇതാണ് അംഗം. അപ്പോൾ തണുത്ത മധുരം കുറച്ച് കുറഞ്ഞ പോലെ തോന്നുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് എൻ്റെ അടുത്ത് കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് കുറച്ച് വിപ്പിംഗ് ക്രീം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്യും പോലെ ബീറ്റ് ചെയ്യല കേട്ടോ. അത്യാവശ്യം ഒരു തിക്കായിട്ട്, എന്നാൽ അങ്ങനെ തിക്കല്ലേന്നും അതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഒരു ക്രീമി ടെക്സ്ചറിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുക. കണ്ടൻസ് മിൽക്ക് നിങ്ങളുടെ ടേസ്റ്റിന് എത്രയാണോ ആവശ്യം അത്രയും യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളെ ചിക്കു അരച്ച് വെച്ചില്ലേ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഞാനിത് ഇങ്ങനെ കാണിക്കണത് ഒരു കൈ കൊണ്ട് ഫോണിൽ വീഡിയോ എടുക്കലും ഒരു കൈ കൊണ്ട് ഇതാക്കുന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടെ മിക്സ് ആക്കാൻ അടിപൊളി. ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നിട്ടോ, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രീമ് പോലെ രണ്ടും കൂടെ. എന്നിട്ടത് ഒരു ഐസ്ക്രീമിൻ്റെ ഡബ്ബൻ ഉണ്ടായിരുന്നു, അതിലോട്ട് നിറച്ചു കേട്ടോ. ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഒരു വീട്ടിലൊരു ബൗളിലോട്ട് നിറച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതേ വീഡിയോയിൽ എടുത്തിട്ടില്ല. അങ്ങനെ അത്ര ചിക്കൻ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ പറഞ്ഞില്ലേ, ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നതും ഒരു കൈ കൊണ്ട് തീർക്കുന്നതുകൊണ്ട് ശരിക്കും കാണിച്ചാൽ ശരിക്കും നമ്മൾ ഐസ്ക്രീമിൻ്റെ അതേ ടെക്സ്ചറിൽ 1 ഡേ വെച്ച് ഒരു ഓവർനൈറ്റ് വെച്ചിരുന്നു കേട്ടോ. ഞാൻ തലേന്ന് നൈറ്റ് വെച്ച് പിറ്റേന്ന് മോർണിംഗ് ആകുമ്പോൾ ഇതെടുത്ത് കാണിച്ചിരുന്നു. നിങ്ങൾക്ക് കണ്ടോ, ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വന്ന അതേ ടെക്സ്ചർ. ഇതിപ്പോൾ എനിക്ക് കയ്യിൽ ഇതായതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റുക കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇത് എന്താ പറയുക, നമുക്ക് തിന്ന കൊതി തീരില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് ചിക്കുൻ്റെ ഐസ്ക്രീം എന്നല്ല, ചിക്കുൻ്റെ എല്ലാ, അതായത് ഷേക്കും ജ്യൂസും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് തന്നെ അതുപോലെ തന്നെയാണ് ഐസ്ക്രീം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും കുറച്ച് ചിക്കു ഇട്ടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും, അടിപൊളി. അധിക സാധനങ്ങളൊന്നും ആവശ്യമില്ല, വിപ്പിംഗ് ക്രീം ഇരിപ്പുണ്ടെങ്കിൽ അത് മതി. അടിപൊളിയാണ്. പാലോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല, വെറും വിപ്പിംഗ് ക്രീമും കുറച്ച് മിൽക്ക് മെയ്ഡും ഒക്കെ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഐസ്ക്രീം വന്നിട്ടുണ്ട്. ഐസ്ക്രീം അതേ ടെക്സ്ചർ തന്നെ, ഓരോരുത്തരും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീം അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി എല്ലാവരും കഴിച്ചു, ഒരുപാട് പേര് കഴിച്ചു. ആ ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേര് കഴിച്ചു നമ്മൾ ഐസ്ക്രീം കിട്ടും. ഞാനിപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിർത്താൻ തോന്നുന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും അതിൻ്റെ രുചി ഇങ്ങനെ നാവിൽ വരും, അത്രയും ടേസ്റ്റുള്ളൊരു ഐസ്ക്രീമായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ കൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് പറഞ്ഞാൽ അടിപൊളിയാണ്. എനിക്ക് അത്ര ഇഷ്ടമായി, മക്കൾക്കും ഒരുപാട് ഇഷ്ടമായി. പിന്നെ ചിക്കു ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇഷ്ടമാവും. അപ്പോൾ ഓക്കെ, ശരി.